ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കിഡിലൻ പായസമാണ്. ഒരു വിഷു സ്പെഷ്യൽ പായസം. റാഗി കൊണ്ടുണ്ടാക്കിയ ഈ പായസം തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ പായസം ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടാതെ കുറച്ച് ചേരുവകളൊക്കെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? എന്നാൽ പിന്നെ വരൂ, പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം. പായസം ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചേരുവകൾ തയ്യാറാക്കാനുണ്ട്. ഇതിലേക്കായിട്ട് കുറച്ച് ചവ്വരി എടുത്തിട്ടുണ്ട്. ഇത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിനെ വേവിച്ചെടുക്കണം. 300 ഗ്രാമോളം ശർക്കര ചീകി വെച്ചിട്ടുണ്ട്. ഇത് ഉരുക്കി ശർക്കരപ്പാനി ഉണ്ടാക്കി വെക്കണം. ഇനി എടുക്കേണ്ടത് കുറച്ച് റാഗിപ്പൊടിയാണ്. ഇത് 3 ടേബിൾ സ്പൂണോളം ഇവിടെ എടുത്തിട്ടുണ്ട്. കുറഞ്ഞ അളവിൽ പായസം ഉണ്ടാക്കാനായിട്ട് ഇത്രയും മതിയാകും. ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കണം. കൂടുതൽ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ആദ്യം കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്യുക, പിന്നെ വെള്ളം കൂടുതൽ ചേർത്താൽ മതി. ഇനി ഒരു തവയെടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. പായസത്തിന് വേണ്ടിയിട്ടുള്ള കിസ്മിസും അണ്ടിപ്പരിപ്പുമൊക്കെ വറുത്തെടുക്കാം. ഇവിടെ നട്ട്സും കിസ്മിസും ഒക്കെ നന്നായിട്ട് മൂത്ത് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇത് തവയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി പായസത്തിന് വേണ്ടിയിട്ട് വലിയൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് തൊലി മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. നട്ട്സ് എല്ലാം ഫ്രൈ ചെയ്തെടുത്ത അതേ തവയിൽ തന്നെ ഈ പഴക്കഷ്ണങ്ങൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. തവയിലുള്ള നെയ്യിൽ തന്നെ ഇത് വഴറ്റിയെടുത്താൽ മതി. കൂടുതൽ വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വഴറ്റുമ്പോൾ നല്ല മൂത്ത് പാകത്തിന് വേണം എടുക്കേണ്ടത്, ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. പഴക്കഷ്ണങ്ങൾ നല്ല പാകത്തിന് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് മാറ്റി കൊടുത്തിട്ട് അതേ തവയിൽ തന്നെ 1/2 സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ ഗോതമ്പിൻ്റെ റവ ചേർത്ത് കൊടുക്കണം. നുറുക്കിനേക്കാളും ചെറിയ തരികളോടെ ആയിരിക്കും ഗോതമ്പ് റവ കാണുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല, ആവശ്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. 3 മിനിറ്റ് നെയ്യിൽ മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നേരത്തെ കലക്കി വെച്ച റാഗിയുടെ പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1.5 ഗ്ലാസോളം വെള്ളവും ഒഴിച്ചു കൊടുക്കണം. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും മതി. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അടിയിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് സ്നേഹപൂർവ്വം ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇവിടെ ശർക്കര ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വേവിച്ച് വെച്ച ചവ്വരിയാണ്. സാഗോ പേൾസ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതും കട്ട പിടിച്ച് കിടക്കാൻ സാധ്യതയുണ്ട്. ഇത്രയും ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റാഗിപ്പൊടി മാവായതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ രുചി കൂടുതൽ വർദ്ധിക്കും. ഇനി ഇതിലേക്ക് ഒരു ബൗൾ നിറയെ നല്ല ഫ്രഷായ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കണം. ഡെസിക്കേറ്റഡ് കോക്കനട്ടൊന്നും ഇതിലേക്ക് ചേർക്കരുത്. അതുപോലെ വറുത്തൊന്നും ചേർക്കുന്നതിനേക്കാളും വളരെയധികം രുചികരമാണ് ഇങ്ങനെ ഫ്രഷായിട്ട് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുമ്പോൾ കിട്ടുന്നത്. തേങ്ങ ചേർത്ത് തിളച്ച് വരുമ്പോഴത്തേക്കും നല്ലൊരു മണം വരും. ഇത് വളരെയധികം രുചികരമായൊരു പായസമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഹെൽത്തിയായ രീതിയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 സ്പൂൺ പഞ്ചസാരയോടൊപ്പം പൊടിച്ച ഏലക്കാപ്പൊടിയാണ്. ഏലക്കാപ്പൊടി ചേർത്ത് മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ബൗൾ നിറയെ ചൂട് പാലാണ്. തേങ്ങാപ്പാൽ ചേർക്കുന്നവർ അത് ചേർക്കണം, അതായിരിക്കും ഏറ്റവും അധികം രുചികരം. ഞാനിവിടെ പശുവിൻ പാലാണ് ചേർക്കുന്നത്. പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്കും ഇത് ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കൂടുതൽ നേരം തിളപ്പിക്കരുത്. അതുപോലെ തന്നെ പാൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ പെട്ടെന്ന് മിക്സാക്കി കൊടുക്കുകയും വേണം. ഇവിടെ പാൽ ചേർത്ത് നല്ലതുപോലെ മിക്സാക്കിയിട്ടുണ്ട്. തിള വന്ന് തുടങ്ങി. ഇനി അവസാനമായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നെയ്യിൽ വഴറ്റി വെച്ച പഴനുറുക്കാണ്. കൂടെ തന്നെ വറുത്ത് മാറ്റി വെച്ച നട്ട്സും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇവിടെ രുചികരമായ റാഗി പായസം നന്നായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കുറച്ച് കട്ടിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കുറച്ച് ലൂസ് ആകണമെങ്കിൽ അതിനനുസരിച്ച് ചൂടുപാൽ ചേർത്ത് കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ചിരുന്ന നട്ട്സും
അതുപോലെ പഴം നുറുക്കുമൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് ചൂടോടു കൂടി തന്നെ പായസം കുടിക്കാം. ഈ വിഷുവിന് ഇതൊന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. റാഗി കൊണ്ടുണ്ടാക്കിയതാണ്, രുചി കൂട്ടാൻ കൂടുതൽ ചേരുവകൾ ചേർത്ത് തയ്യാറാക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹാപ്പി വിഷു. ഇനി പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.